നമസ്കാരം, ഞാൻ ഡോക്ടർ വൈശാഖ് വികുമാർ, കോട്ടയം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പോസ്റ്റ് കോവിഡിനെ പറ്റിയാണ്. ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് എല്ലാമായിട്ടുള്ള കോവിഡ് ഇൻഫെക്ഷൻസിനെ പറ്റി എല്ലാവർക്കും അറിവുണ്ടാവും. ഇപ്പോൾ ജാനുവരിയിലും ഒരു തേർഡ് വേവ് വന്നു. ഇപ്പോഴും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജാനുവരിയിലുണ്ടായിരുന്ന കേസുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. 1000 അല്ലെങ്കിൽ 2000 കേസുകൾ മാത്രമേ ഇപ്പോൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോഴാണ് നമുക്ക് കോവിഡ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തെ പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട സമയമാണ്. കാരണം കോവിഡ് കഴിഞ്ഞവർക്ക് കോവിഡ് മൂലം അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഉണ്ടാകുന്ന പല പല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും ഒരു അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ വിഷയം. ഇപ്പോൾ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം അല്ല, ഇതിന് തന്നെ പല പേരുകൾ അറിയപ്പെടുന്നു. പോസ്റ്റ് കോവിഡ്, ലോങ് കോവിഡ്, ക്രോണിക് കോവിഡ്, അതുപോലെ പല പല നാമങ്ങളിൽ ഇത് ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്കും പത്രങ്ങളിലും എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ ലോങ് കോവിഡ്? ഇപ്പോൾ കോവിഡ് വന്ന ഒരു പേഷ്യൻറ്റിന് 12 ആഴ്ചയിൽ കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ലോങ് കോവിഡ് എന്ന്. ഇപ്പോൾ എന്തൊക്കെയാണ് പോസ്റ്റ് കോവിഡിനകത്തുണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും പറയുന്നത് ക്ഷീണം, അല്ലെങ്കിൽ കുത്തിയുള്ള ചുമ, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ നെഞ്ച് വലിഞ്ഞു മുറുകുന്ന ഒരു ഫീലിംഗ്. ഇതൊക്കെയാണ് പ്രധാനമായും കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ. പിന്നെയും പറയപ്പെടുന്ന രോഗലക്ഷണങ്ങൾ കുറേ ഉണ്ട്. അതായത് മുട്ടുവേദനകൾ, സന്ധിവേദനകൾ, തലവേദന, തുമ്മൽ, അമിതമായ വേർക്കൽ, പിന്നെ ഉറക്കക്കുറവ്, ചിലവർക്ക് വയറിളക്കം, അല്ലെങ്കിൽ മുടി കൊഴിച്ചൽ, അത് ഇപ്പോൾ അധികമായി കണ്ടുവരും. ഇങ്ങനെ പല പല കാരണങ്ങൾ, നമുക്ക് എന്താണ് കാരണം എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ലോങ് കോവിഡ് അല്ലെ പോസ്റ്റ് കോവിഡ് ആരിലെല്ലാം കണ്ടുവരുന്നു? കൂടുതലും കണ്ടുവരുന്നത് പ്രായമുള്ളവരിലും ഫീമെയിൽസ്, സ്ത്രീ ജനങ്ങളിലുമാണ് നമ്മൾ കോവിഡ് അല്ലെ പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള സിംറ്റംസും അധികവും കണ്ടുവരുന്നത്. പിന്നെ ഒബീസിറ്റി, വണ്ണം കൂടിയവർ, അല്ലെങ്കിൽ കോവിഡ് വന്ന സമയത്ത് അവർക്ക് കോവിഡിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ, പല പല ലക്ഷണങ്ങൾ, ഇപ്പോൾ ശ്വാസകോശ ബാധിപ്പുണ്ടാവുക, അല്ലെങ്കിൽ ഹൃദയത്തിനെ ബാധിക്കുക, അപ്പർ റെസ്പിറേറ്ററി, അത് ജലദോഷം, തലവേദന, തുമ്മൽ, അങ്ങനെ പല പല സിംറ്റംസ് കൂടി വന്ന ഒരു പേഷ്യൻറ്റിനായിരിക്കും പോസ്റ്റ് കോവിഡ് പീരീഡിലും അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീണ്ടു നിൽക്കുന്നത്. ഇവരിലെല്ലാമാണ് കണ്ടുവരുന്നതെങ്കിലും നമ്മൾ ഇപ്പോൾ കുട്ടികളിലും കോവിഡ് കഴിഞ്ഞിട്ടുള്ളത്, നമ്മൾ കുട്ടികളിൽ പരിശോധിക്കുന്ന എണ്ണം വളരെ കുറവായിരുന്നു ഈ സമയത്ത്. പക്ഷേ കുട്ടികളിലും കോവിഡ് വന്നിട്ട് അത് മൂലമുണ്ടാകുന്ന പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസ് അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സിംറ്റംസ് ഇപ്പോൾ അധികമായി കണ്ടുവരുന്നു. അതിനകത്തൊന്നാണ് തലവേദന, ക്ഷീണം, കുത്തിയുള്ള ചുമ, ശ്വാസം മുട്ടൽ, ഇതെല്ലാം കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിനി ഓരോരോ സിസ്റ്റം വൈസ്, ഇപ്പോൾ ശ്വാസകോശം, ഹൃദയം, അങ്ങനെ ഓരോ സിസ്റ്റമിക്കായിട്ട് എന്തൊക്കെ സിംറ്റംസ് ആണ് കൂടുതലും പേഷ്യൻസ് പറയുന്നത് എന്നൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ശ്വാസകോശം തന്നെ എടുക്കാം. കാരണം നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നത് കോവിഡ് ഒരു ശ്വാസകോശ രോഗം ആയിട്ടാണ് കണ്ടുവന്നിരുന്നത്. കാരണം കോവിഡ് ന്യൂമോണിയ എന്നുള്ള പേര് തന്നെയാണ് അതിന് കൊടുത്തിരുന്നത്. കൂടുതലും കോവിഡ് ബാധിക്കുന്നത് ശ്വാസകോശത്തെ ആയിട്ടാണ് പറയുന്നത്. പിന്നെയാണ് ഹൃദയത്തെ കണ്ടുവരുന്നത്. അപ്പോൾ ശ്വാസകോശത്തിന് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ? ഇപ്പോൾ പ്രധാനമായിട്ടും ചുമ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുത്തിയുള്ള ചുമ, ചെസ്റ്റ് ടൈറ്റ്നസ്, നെഞ്ചെല്ലാം വലിഞ്ഞു മുറുകുന്ന പോലത്തെ ഫീലിംഗ്, നടക്കുമ്പോഴുള്ള ശ്വാസം മുട്ടൽ, എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള കിതപ്പ്, ഇതെല്ലാമാണ് കണ്ടുവരുന്നത്. ഇനി പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് ശ്വാസകോശ സംബന്ധമായിട്ട് കണ്ടുവന്നിരുന്നത് ഈ കോവിഡ് ന്യൂമോണിയ ബാധിക്കുക. അതായത് ഇപ്പോൾ ഒമിക്രോണിന് അത്രമാത്രം ന്യൂമോണിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇതിനു മുമ്പുണ്ടായിരുന്ന ഡെൽറ്റ വേരിയൻറ്റിലെല്ലാം ശ്വാസകോശത്തിലേക്കുള്ള ന്യൂമോണിയയുടെ ഒരു ഇൻഫെക്ഷൻ വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷവും ആ ന്യൂമോണിയ ശ്വാസകോശത്തിൽ അതേപോലെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ കണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതിന് ലോങ് ടേം ആ ന്യൂമോണിയ ശരീരത്തിൽ നിന്ന് നമ്മളൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെ പെട്ടെന്ന് വന്നു, മരുന്ന് കൊടുത്തു, അത് മാറുന്ന പോലത്തെ ഒരു ന്യൂമോണിയ ആയിരുന്നില്ല കോവിഡ് ന്യൂമോണിയ, അല്ലെങ്കിൽ ഒരു വൈറൽ ന്യൂമോണിയ. അത് ചിലവരിൽ 6 മാസം, ചിലവരിൽ 1 വർഷം വരെയൊക്കെ അതിൻ്റെ
പാച്ചസ് അല്ലെങ്കിൽ ആ ഒരു CT ഫൈൻഡിങ്സ് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് എല്ലാവരും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഇടയ്ക്കും എല്ലാം ഇങ്ങനെ ഉണ്ടാകുന്ന പാച്ചസ് മൂലം ശ്വാസകോശത്തിൽ ഫൈബ്രോസിസ്, പൾമിനറി ഫൈബ്രോസിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടാകാം എന്നുള്ളൊരു ഡിസ്കഷൻ നടന്നത്. അപ്പം അതിന് ട്രീറ്റ്മെൻറ്റായി പല മരുന്നുകളും നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. പക്ഷേ പിന്നീടുള്ള ഈ 2 കൊല്ലത്തെ സ്റ്റഡീസിൽ നിന്ന് കണ്ടുവന്നത് കോവിഡ് ന്യൂമോണിയ കാരണം നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാലും അത് ഫൈബ്രോസിസിലേക്ക് പോകുന്നത് വളരെ വളരെ കുറവാണ്. ഇപ്പം മിക്ക പേഷ്യൻസിനും ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ശ്വാസകോശം ഓൾമോസ്റ്റ് ഒരു 98% പഴയത് രീതിയിൽ തന്നെ ആവുന്നതാണ് കണ്ടുവന്നത്. അതിനുശേഷം ഈ മരുന്നുകളുടെ ഉപയോഗം ഡോക്ടർമാർ ഒരു പരിധിവരെ കുറച്ചിട്ടുണ്ട്. പക്ഷെ ചില പേഷ്യൻസിന് അത് നൽകേണ്ടതുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു രോഗിക്ക് ഒരു സാധാരണ ഒരാളെ പോലെ അവരുടെ ശ്വാസകോശം നോർമലാകാൻ സാധ്യത വളരെ കുറവാണ്. ആ 98% ഞാൻ പറഞ്ഞ ആ ഒരു റിക്കവറി വരാൻ വളരെ ചാൻസ് കുറവാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു സേഫ്റ്റി എന്ന രീതിയിൽ നമ്മൾ കുറച്ച് നാൾ ഫൈബ്രോസിസ് ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നുകൾ ഡോക്ടർമാർ കൊടുക്കാറുണ്ട്. അതൊരു 6 മാസത്തിന് ശേഷം ആ പേഷ്യൻറ്റ് വീണ്ടും ഒരു CT എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അതിൽ നിന്ന് രോഗമുക്തി ലഭിച്ചു എന്നുള്ള ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ മരുന്നുകൾ നിർത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒരു CT ഗൈഡഡ് ഡയഗ്നോസിസ് ആണ്. CTയിൽ ആ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾ കൂടുതൽ നാൾ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് അത്രയും നാൾ എടുത്തിട്ട് അങ്ങ് നിർത്തുക. അപ്പം ഒരു കോവിഡ് ഇൻഫെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പവർ അല്ലെങ്കിൽ ശ്വാസകോശം എത്രമാത്രം ബാധിപ്പുണ്ടായി അല്ലെങ്കിൽ അതിനെന്തോരും പവർ കുറഞ്ഞു എന്നറിയാൻ നമുക്ക് പ്രധാനമായും 3 ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ഒന്ന് പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ്, അത് ഊതുന്ന ടെസ്റ്റാണ്. നമ്മൾ ശ്വാസകോശത്തിന് എത്ര കപ്പാസിറ്റി ഊതി കാറ്റ് വെളിയിൽ എടുക്കാൻ പറ്റും, അതുപോലെ എത്ര എമൗണ്ട് കാറ്റ് നമുക്ക് തിരിച്ച് ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ മുഖേന നമുക്കറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ്. പിന്നെ 6 മിനിറ്റ് വാക്ക് ടെസ്റ്റ്, ഒരു 6 മിനിറ്റ് നേരം ഒരു പേഷ്യൻ്റ് ഒരു 30 മീറ്റർ നീളമുള്ള ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടർച്ചയായി നടക്കുക. അപ്പോൾ അത് 6 മിനിറ്റ് അയാൾക്ക് കണ്ടിന്യൂസ് നടക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ നടക്കുന്ന സമയത്ത് ആളുടെ ഓക്സിജൻ ലെവൽ, ശരീരത്തിലെ ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ടെസ്റ്റാണ് 25 സെക്കൻഡ്സ് ബ്രെത്ത് ഹോൾഡ്. അതായത് ഒരു 25 സെക്കൻഡ് നമുക്ക് ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടോ. അത് വീട്ടിലും എല്ലാവർക്കും എവിടെയും ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. ഈ 3 ടെസ്റ്റുകളാണ് ശ്വാസകോശത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ഒരു കപ്പാസിറ്റി അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. അടുത്തത് ഹൃദയ സംബന്ധമായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു 3 മാസ കാലഘട്ടം നമ്മൾ ഡോക്ടർമാരെല്ലാവർക്കും പേഷ്യൻസിനോട് പറയുന്നത് നിങ്ങൾ അമിതമായിട്ടുള്ള വ്യായാമങ്ങൾ അല്ലെങ്കിൽ കഠിനമായുള്ള ജോലികളിലൊന്നും ഏർപ്പെടരുത് എന്നുള്ളതാണ്. കാരണം കോവിഡിൻ്റെ ശേഷം ഇപ്പോൾ പല കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൃദയം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള അകാരണമായ മരണങ്ങൾ, ഇതെല്ലാം കോവിഡിന് ശേഷം ഇപ്പോൾ ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേഷ്യൻസുകളിലെല്ലാം ഒരു പരിധിയിൽ കൂടുതലും ഹൃദയ സംബന്ധമായുള്ള ഇഷ്യൂസാണ് കോവിഡ് കാരണം ഉണ്ടാവുന്നത്. അപ്പം അതിനകത്ത് നെഞ്ചിടിപ്പ് കൂടുക, പാൽപിറ്റേഷൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കിതപ്പുണ്ടാവുക, നടക്കുമ്പോൾ പെട്ടെന്ന് നടക്കുമ്പോൾ ഒരു കയറ്റം കയറുമ്പോൾ, സ്റ്റെപ്പ് കയറുമ്പോൾ ശ്വാസം മുട്ടുണ്ടാകുക, ഹൃദയത്തിൻ്റെ ഒരു പമ്പിങ് പവർ കുറയുക, ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. പിന്നെ ഹാർട്ട് അറ്റാക്ക്, ഹൃദയധമനികൾ ബ്ലോക്ക് ഉണ്ടായി ഹൃദയത്തിന് ഓക്സിജൻ കിട്ടാതെ വരികയും തന്മൂലം അതുപോലെ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയുകയും ചെയ്യുക എന്ന അവസ്ഥയാണ് പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ പല പല ബുദ്ധിമുട്ടുകൾ ഹൃദയത്തിന് സംഭവിച്ച് കോവിഡ് കഴിഞ്ഞുള്ള അടുത്ത 3 മാസത്തിനുള്ളിൽ നിരവധി മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസിനോടും അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഹൃദയത്തിന് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനോടും ഡോക്ടർമാരെല്ലാം പൊതുവേ പറയുന്നതാണ്, ആദ്യത്തെ 3 മാസം, കോവിഡ് കഴിഞ്ഞിട്ടുള്ള 3 മാസം വളരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ അധികമുള്ള എക്സസൈസുകളോ അങ്ങനെ ഒന്നും ചെയ്യരുത്, മിതമായുള്ള കാര്യങ്ങളിൽ വർക്കിലേ ഇടപെടാവുള്ളൂ എന്നൊക്കെ പറയുന്നത്. അടുത്തതായി പ്രധാനമായി നമ്മൾ പറയേണ്ടത് ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ സൈക്കാട്രിക് ഇഷ്യൂസാണ് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത്.
ഇപ്പോൾ ന്യൂറോളജിക്കലായിട്ട് പറയുവാണെങ്കിൽ തലവേദന ഒരു പരിധി വരെ ആൾക്കാർ നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മാറാത്ത തലവേദന. പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് സിൻഡ്രോം എന്ന് പറയും. അതായത് ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു അകാല മരണം, നമ്മുടെ ബന്ധുക്കൾക്കാർക്കെങ്കിലും കോവിഡ് വന്ന സമയത്ത് നമ്മൾ നനച്ചിരിക്കാതെ ഒരു മരണം സംഭവിക്കുക, അതുണ്ടാക്കുന്ന ഷോക്ക്. കൂടുതലും കണ്ടുവരുന്നത് ഹെൽത്ത് വർക്കേഴ്സിലാണ്. കാരണം അവർ രാപ്പകലില്ലാതെ കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുകയും പക്ഷേ എത്രമാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ആ പേഷ്യൻ്റ് മരണപ്പെടുകയും ചെയ്യുന്നത് അവർ കാണുന്നു. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു മെൻ്റൽ ട്രോമ. അത് കൂടുതലും ഇപ്പം മെഡിക്കൽ സൈഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ വർക്കേഴ്സ്, കോവിഡ് വാരിയേഴ്സിലാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. പിന്നെയുള്ള ഒരു ന്യൂറോളജിക്കൽ ഇഷ്യൂ ബ്രെയിൻ ഫോഗിങ് എന്ന് പറയും. അതായത് കോവിഡ് ഇൻഫെക്ഷന് ശേഷം നമുക്കൊരു ഷോർട്ട് ടേം മെമ്മറി ലോസ് പോലെ ചില പേരുകൾ കിട്ടാതെ വരിക, ആൾക്കാരുടെ പേരുകൾ മറന്നു പോവുക. ഇപ്പം ചില കാര്യങ്ങൾ നമുക്കറിയാം, ഇത് ഇന്ന ആണെന്ന് അറിഞ്ഞെങ്കിലും പക്ഷെ നമുക്ക് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാതെ വരിക, ഒരു ഷോർട്ട് മെമ്മറി ലോസ് പോലെ. അതാണ് ബ്രെയിൻ ഫോഗിങ് ഉണ്ടാകുന്നത്. പിന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ. ഈ അസുഖത്തിനെ പറ്റി പത്രങ്ങളിലും ന്യൂസ് മീഡിയകളിലും എല്ലാം ഇപ്പം തന്നെ എല്ലാവരും പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, കോംപ്ലിക്കേഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും, മരണനിരക്കുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കേട്ടും അറിഞ്ഞുമുള്ള ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് പോവാം. ഡിപ്രഷന് വേറെ ഒരു കാരണം തുടക്ക സമയങ്ങളിലുണ്ടായിരുന്ന ക്വാറന്റൈനാണ്. അപ്പോൾ കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് ആദ്യത്തെ സമയങ്ങളിലെല്ലാം 1 മാസത്തോളം നമ്മളെ ക്വാറന്റൈൻ ചെയ്തിരുന്നു ഗവൺമെൻറ് ഈ ഇൻഫെക്ഷൻ്റെ സമയത്ത്. അപ്പോൾ അതെല്ലാം ഡിപ്രഷനിലേക്കും വരുത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനമായും ന്യൂറോളജിക്കൽ ഇഷ്യൂസായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അടുത്തതായി പിന്നെ പറയുന്നത് രക്തധമനികളിൽ രക്തം കട്ട പിടിക്കുക. അപ്പോൾ കോവിഡിന് പൊതുവേ കണ്ടുവരുന്ന ഒരു കോമൺ ഫൈൻഡിങ്സ് ആയിരുന്നു ഇതുപോലെ ബ്ലഡ് ക്ലോട്ട് പിടിക്കുക, അതുപോലെ അത് കാരണം ഉണ്ടാവുന്ന ഹൃദയം അല്ലെങ്കിൽ ഹൃദയത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്ട്രോക്ക്, അങ്ങനെ പല കാരണങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കോവിഡ് ഇൻഫെക്ഷന് ശേഷമുള്ള 12 ആഴ്ചകളിൽ മിക്ക പേഷ്യൻസിലും നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ പ്രധാനമായ രോഗലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഒന്ന് അമിതമായ ക്ഷീണം, കുത്തിയുള്ള ചുമ, നെഞ്ചിൽ വലിഞ്ഞു മുറുകുന്ന ഫീലിങ് അല്ലെങ്കിൽ കിതപ്പ്, ശരീരക്ഷീണം, മേലുവേദന, ജോയിൻറ്റ് പെയിന്, ഉറക്കക്കുറവ്, തലവേദന, മുടി കൊഴിച്ചിൽ. ഇതൊക്കെയാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം അല്ലെങ്കിൽ ലോങ് കോവിഡിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിന് സ്പെസിഫിക് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ രോഗിക്ക് എന്താണോ ബുദ്ധിമുട്ട് എന്നുള്ളത് അതിന് സിംറ്റമാറ്റിക് മാനേജ്മെൻ്റ് ആണ് ഇപ്പം നിലവിൽ എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും നൽകി വരുന്നത്. നമ്മൾ കഴിവതും പറയുന്ന ജനറൽ അഡ്വൈസസ് ആണ് കോവിഡ് കഴിഞ്ഞിട്ട് ധാരാളം വെള്ളം കുടിക്കുക, മിതമായ എക്സസൈസിൽ ഉൾപ്പെടുക, നമ്മുടെ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ചെറിയ തോതിലുള്ള എക്സസൈസുകൾ തുടങ്ങുക. ഇപ്പോൾ ഒരു ജിമ്മിൽ പോകുന്ന ആളായിരുന്നെങ്കിൽ കോവിഡിന് ശേഷം ഉടനടി തിരിച്ച് ജിമ്മിൽ ചെന്ന് അതേപോലെ അദ്ദേഹം ചെയ്തിരുന്ന എക്സസൈസുകൾ പെട്ടെന്ന് ചെയ്യാതിരിക്കുക. അത് ഒരു ക്രമേണ ആഴ്ചകളുടെ അല്ലെങ്കിൽ 1-2 ആഴ്ചകളുടെ വ്യത്യാസത്തിൽ കുറേശ്ശെയായി അദ്ദേഹത്തിന് പഴയ രീതിയിലേക്ക് എക്സസൈസ് എത്തിക്കാവുന്നതാണ്. അതേപോലെ ലോങ് ഡിസ്റ്റൻസ് സൈക്കിൾ ചവിട്ടുന്ന ഒരാൾ, അപ്പോൾ കോവിഡ് കഴിഞ്ഞ ഉടനെ അതേപോലെ ചെയ്യാൻ പാടില്ല. ഒരു 3 മന്ത്സെങ്കിലും അദ്ദേഹം ലൈറ്റായിട്ടുള്ള എക്സസൈസുകളെല്ലാം ചെയ്ത് നമ്മുടെ ബോഡീനെ ഒന്ന് റീവാം ചെയ്തെടുത്തിട്ട് വേണം പഴയ പോലെയുള്ള എക്സസൈസ് മുറകളിലേക്ക് കടക്കുവാൻ. പിന്നെ സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് ആയിട്ട് മൾട്ടിവിറ്റാമിൻ മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. ക്ഷീണത്തിനായിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് മെഡിക്കേഷൻസ് ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താണോ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിന് മാത്രമുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിനാവശ്യമുള്ളത്. അല്ലാതെ കോവിഡ് കഴിഞ്ഞിട്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ആൻറ്റിബയോട്ടിക്സ് മിക്ക പേഷ്യൻസും നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിതമായ യൂസുകളുടെ ദൂഷ്യവശങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും മിക്കവർക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചുമയുണ്ട്, ചുമ മാറുന്നില്ല, അപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചാലേ ശരിയാവുള്ളൂ എന്നൊക്കെയുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. ആ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ആവശ്യമേ അവിടെ ഉണ്ടാവുന്നില്ല. നമുക്ക് ചുമയുണ്ടെങ്കിലും ഇപ്പോൾ അതിനായിട്ടുള്ള ഇൻഹേലർ തെറാപ്പി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കഫ് സിറപ്പ് ഉണ്ട്. അതെല്ലാം കഴിച്ചാൽ തന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ പ്രധാനമായും സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ലോങ് കോവിഡിന് എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക,
മിതമായ ആഹാരം കഴിക്കുക, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക കുറച്ച് നാളത്തേക്ക്. അതുപോലെ ബോഡിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് മദ്യപാനം, പുകവലി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു 3 മാസമെങ്കിലും വിട്ടു നിൽക്കുക. ഇതിലൂടെയെല്ലാം നമുക്ക് ലോങ് കോവിഡ് എന്ന ആ ഒരു കണ്ടീഷനെ പ്രതിരോധിക്കാം, അതിൽ നിന്ന് മുക്തി നേടാനാവും. നമസ്കാരം.